എല്ലാവർക്കും ഡിജിറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോൾഡബിൾ ഫോണിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം ഒരുപാട് ഫോൾഡബിൾ ഫോണുകൾ ഇപ്പോൾ ലോക വിപണിയിൽ അവതരിപ്പിച്ചിരുന്നു. മൊബൈൽ വേൾഡ് കോൺഗ്രസ്, ബാഴ്സലോണയിൽ നടന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസ്സിൽ കുറേ ഫോൾഡബിൾ ഫോണുകൾ അവർ അവതരിപ്പിച്ചിരുന്നു. അക്കൂട്ടത്തിൽ TCL പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഫോണിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക്. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 7.2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, വലിയ ഡിസ്പ്ലേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഈ TCLൻ്റെ ഈ ഫോണിന് 7.2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. കൂടാതെ പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 6 GB റാം ഉണ്ട്, 128 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉണ്ട്, നല്ല സ്റ്റൈലിഷ് രൂപകൽപ്പന. ഇതൊക്കെ ഇതിൽ ഈ TCLൻ്റെ ഈ ഫോൾഡബിൾ ഫോണിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. TCLൻ്റെ ഈ ഫോൾഡബിൾ ഫോണിനെ വിശേഷിപ്പിക്കുന്ന ഒരു സ്മാർട്ട് വാച്ച് എന്നാണ്. കാരണം അത്രയ്ക്കും നമുക്കിതിനെ വളയ്ക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ മടക്കുവാൻ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ നമുക്ക് എത്രമാത്രം ഇതിനെ മടക്കി നമുക്ക് കയ്യിൽ വെക്കുവാൻ സാധിക്കും എന്നത്. അപ്പോൾ ഈ ഫോണുകൾ എന്നാണ് ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പ്ലസ് ഇതിൻ്റെ ഇന്ത്യൻ വിപണിയിലെ വിലയും ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. എത്ര വരും, ഏകദേശം എത്ര വരും എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ലോക വിപണിയിലെ വില താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഏകദേശം $1318 നമുക്ക് വില വരും എന്ന് പ്രതീക്ഷിക്കാം. ഹുവാവയുടെയും മറ്റു ഫോണുകളുടെയും ഫോൾഡബിൾ ഫോണുകളുടെയും കൂട്ടത്തിൽ TCLും അവരുടെ പുതിയ ഫോൾഡബിൾ ഫോണുകൾ മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ ഫോൾഡബിൾ ഫോണിനായി കാത്തിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. അതോടൊപ്പം പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.